വിലങ്ങാട് ദുരിതബാധിതർക്ക് സഹായവുമായി വിവിധ സന്നദ്ധ സംഘടനകൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സലഫി അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സഹായവുമായി രംഗത്തെത്തി. വിലങ്ങാട് ദുരിതബാധിതർക്ക് 2 വീടുകൾ വെച്ചു നൽകാനാണ് മേപ്പയൂർ സലഫി അസോസിയേഷന്റെ തീരുമാനം. സലഫി അസോസിയേഷന് കീഴിലുള്ള കോളേജുകളിലും തൊഴിലധിഷ്ഠിത സ്ഥാപനങ്ങളിലും ദുരിതബാധിതരായ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കുമെന്നും പ്രസിഡന്റ് ഹുസൈൻ മടവൂർ പറഞ്ഞു. ഒന്നാം ഘട്ടത്തിൽ 2 വീടുകൾ നിർമ്മിച്ചു നൽകാം എന്നാണ് നമ്മുടെ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇവിടെയുള്ള കുട്ടികൾക്ക് തുടർ പഠനത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ് നൽകാം. പ്രത്യേകിച്ച് തൊഴിൽ പരിശീലനം നടത്തുന്ന സ്ഥാപനങ്ങളിൽ ITI പോലുള്ള സ്ഥാപനങ്ങളിൽ അവരെ ഫ്രീ ആയി പഠിപ്പിക്കാം. പിന്നെ പഠനോപകരണങ്ങൾ, പാഠപുസ്തകങ്ങൾ, യൂണിഫോമുകൾ ഒക്കെ നൽകാം. കടകൾ നശിച്ചവർക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സഹായധനം കൈമാറി. വാഗ്ദാനം ചെയ്ത 30 ലക്ഷത്തിൽ ഒന്നാം ഘട്ടമായി 20 ലക്ഷം രൂപയാണ് നൽകിയത്. കടകൾ പൂർണ്ണമായും നശിച്ചവർക്ക് അടുത്ത ഘട്ടത്തിൽ സഹായം വിതരണം ചെയ്യുമെന്നും വ്യാപാരികൾ പറഞ്ഞു. പാവപ്പെട്ട വ്യാപാരികൾക്ക് കൂടി ഇത്തരം ദുരന്ത ഭൂമിയിൽ ദുരന്തം അനുഭവിക്കുമ്പോൾ എല്ലാത്തരം പാക്കേജുകളിലും അവരെ ഉൾപ്പെടുത്തണം. എല്ലാ തൊഴിൽ മേഖലയ്ക്കും ഉണ്ടാകുന്ന സുരക്ഷിതത്വം പോലെ എല്ലാ മേഖലയ്ക്കും സർക്കാർ നൽകുന്ന സഹായം പോലെ പാക്കേജുകൾ പ്രഖ്യാപിക്കുമ്പോൾ ചെറുകിട വ്യാപാര മേഖലയുള്ളവരെ സഹായിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. വിലങ്ങാട് ദുരിതബാധിതർക്ക് സഹായത്തിനായി സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. മീഡിയ 1 കോഴിക്കോട്.